നമസ്തേ. കേരള സർക്കാരിൻ്റെ കടം, പുതിയ സർക്കാർ വന്നിട്ട് എടുത്ത കടത്തിൻ്റെ ഒരു വിവരണം ഇന്നലത്തെ ചാനലുകളിൽ പറയുന്നത് കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇന്ന് ഇവിടെ പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക. നമ്മൾ വലിയ ഒരു കുഴിയിലേക്കാണ്, ഒരു കടക്കെണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് 18 അധികാരത്തിൽ കയറിയ UDF സർക്കാർ, VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ സർക്കാർ 2 മാസം കഴിഞ്ഞ് 9 ദിവസമാകുമ്പോൾ 10,400 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ ആ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു പക്ഷേ കൂടുതലാണോ എന്ന് സംശയിക്കേണ്ടി വരികയാണ്. നിയമപ്രകാരം RBI റൂൾ പ്രകാരം GSTയുടെ 3% കടമെടുക്കാനാണ് നമുക്കുള്ള അപ്രൂവൽ. അതായത് ടോട്ടൽ GST എന്ന് പറയുന്നത് 14,272 കോടി രൂപയാണ് ഇന്നത്തെ GST. അതിൻ്റെ 3% എന്ന് പറയുമ്പോൾ 40,000 കോടി രൂപ നമ്മൾക്ക് RBIയുടെ അപ്രൂവലുണ്ട്. അതിൻ്റെ 1/4 10,400 കോടി രൂപ ഈ 2 മാസം കൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ കടത്തിൻ്റെ തോത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇത് തടുത്താൽ കിട്ടാത്ത പ്രശ്നമാണ്. നമ്മൾ പുതിയൊരു സർക്കാർ വരുമ്പോൾ ഈ കടം കുറയ്ക്കുകയും സമൂഹത്തിൻ്റെ കടം കുറച്ച് കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ സർക്കാരിനെല്ലാവരും വോട്ട് ചെയ്തത്. ഇതിൻ്റെ പ്രധാന ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഞാനത് പറയേണ്ട ആവശ്യമില്ല. 2014 പിണറായി വിജയനെ കൂട്ടം കൂടി കുത്തി അധികാരത്തിൽ കയറ്റിയവർ തന്നെയാണ് ഇന്ന് 2026 VD സതീശൻ്റെ UDFനെയും കയറ്റി ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അന്ന് കോൺഗ്രസ്സുകാരായ മുസ്ലിം സമുദായം കൂട്ടം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജ് എല്ലാവരും കേട്ടതാണ്. നമ്മുടെ രക്ഷകൻ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കൂട്ടം കൂടി പിണറായി വിജയന് വോട്ട് കൊടുത്തത്. ഇന്ന് പിണറായി വിജയൻ്റെ ഭരണ കള്ളത്തരങ്ങളും എല്ലാം പൊളിഞ്ഞപ്പോൾ ഈ കൂട്ടം കൂടി കുത്തുന്നവർ ഇന്ന് VD സതീശനെ കസേരയിലിരുത്തി. VD സതീശൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു. അതിൽ ജനം വിശ്വസിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ ലെവലിൽ വന്നത്. പക്ഷേ ആദ്യത്തെ 2 മാസത്തെ പ്രകടനം കാണുമ്പോൾ 10,400 കോടി രൂപ കടമെടുത്തിട്ടുള്ള ഈ പ്രകടനം എവിടേക്കാണ്? നമ്മളൊന്ന് പഴയ ചരിത്രത്തിലേക്ക് പോകാം. അതായത് 1956 കേരള സംസ്ഥാനം ഉണ്ടായി. 56 മുതൽ പിണറായി വിജയൻ വരുന്ന 2016 വരെ ആൾമോസ്റ്റ് 60 കൊല്ലം. ഈ 60 കൊല്ലം കൊണ്ട് കേരളത്തിനുണ്ടായ കടം വെറും 1,57,000 കോടി രൂപയാണ്. ആവറേജ് ടോട്ടൽ 60 കൊല്ലത്തെ കടം. 60 കൊല്ലം കഴിയുമ്പോൾ 1,57,000 കോടി രൂപയേ ഉള്ളൂ. 2016 നിന്ന് 10 കൊല്ലം കഴിഞ്ഞ് 2026 ആകുമ്പോഴേക്കും ആ കടം 1,57,000 കോടി ഉണ്ടായിരുന്ന കടം വെറും 10 കൊല്ലം കൊണ്ട് ആൾമോസ്റ്റ് 6 ലക്ഷം കോടിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അത് എത്ര കൂടി? 4 ഇരട്ടിയോളം ഒറ്റയടിക്കാൻ കൂടി. ആ കൂടുന്ന പ്രപ്പോസൽ ഈ കൂടുതലായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF 2 മാസം കൊണ്ട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ പോക്ക് എവിടേക്കാണ്? ഈ കടം കുറയ്ക്കാനുള്ള എന്ത് പോംവഴിയാണ് സതീശൻ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു. KSRTCയിൽ ഒരു ന്യായവുമില്ല ഈ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നത്. ജനങ്ങളെല്ലാവരും ഒന്നല്ലേ? എന്താ സ്ത്രീകൾക്ക് പ്രത്യേകത എന്ന് എനിക്കറിയില്ല. സ്ത്രീകൾക്ക് ഫ്രീ, പുരുഷന്മാർക്കില്ല. അതിന് എന്തോ ഒരു ന്യായമൊക്കെ പറയണത് കേട്ടു. അതായത് സ്ത്രീകൾക്ക് 100 രൂപ കിട്ടിയാൽ
അത് വീട്ടിൽ ഉണ്ടായിരിക്കും. പുരുഷന് കിട്ടിയാൽ അത് ബീവറേജിലേക്ക് പോകുമെന്നാണ് സതീശൻ പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ബീവറേജ് മുഴത്തിന് തുറന്നു വെച്ചതാരാണ്? ഈ സതീശൻ തന്നെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഉള്ളത് തുടരുന്നു. ഇപ്പോൾ പിണറായി വിജയനും സതീശനും കൂടി നിയമസഭയിൽ വരെ തല്ലുകൂടുന്നത് കണ്ടു. ആ പിണറായി വിജയൻ വളരെ സ്ട്രിക്റ്റായിട്ട് സെയിൽ നടത്തിയിരുന്ന പല ആൽക്കഹോളിൻ്റെ പേഴ്സൻറ്റേജും ഇപ്പോൾ ആൽക്കഹോൾ, അതായത് വീര്യം കുറച്ചിട്ട് കൂടുതൽ കച്ചവടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സതീശൻ ഇവിടെ പറയുകയാണ് KSRTCയിൽ സ്ത്രീകൾക്ക് പൈസ കിട്ടിയാൽ വീട്ടിലെത്തും, പുരുഷന് കിട്ടിയാൽ ബീവറേജിലെത്തും. ബീവറേജിൽ ഇത് എത്തിയില്ലെങ്കിൽ ഈ ബീവറേജ് ഉണ്ടാവുമോ? ഈ ബീവറേജ് കാരണമല്ലേ ഈ സർക്കാർ നടക്കുന്നത്, മുഖ്യമന്ത്രി? അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നടക്കുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല സത്യത്തിൽ. ഈ സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്ത് KSRTCയിൽ അടപ്പ് ഊരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ കണ്ട റിപ്പോർട്ട് പ്രകാരം KSRTCയിൽ എല്ലാ ബസ്സുകളും ഇപ്പോൾ ഒഴിവാക്കേണ്ട അതിൻ്റെ പീരീഡ് കഴിഞ്ഞതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പുതിയ ബസ്സുകൾ വാങ്ങണം, അതിന് എത്രയോ കോടി, 12,000 കോടി രൂപ എത്ര വേണം എന്നൊക്കെ അതിൽ ന്യൂസ് കാണാനുണ്ട്. അല്ലെങ്കിൽ KSRTC പൂട്ടേണ്ടി വരും. ഫ്രീ കൊടുത്താൽ ഏത് പ്രസ്ഥാനവും പൂട്ടേണ്ടി വരില്ലേ? ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇലക്ഷന് മുന്നേ VD സതീശൻ നടന്ന് പ്രസംഗിച്ചുല്ലോ, ഞാൻ നികുതി വേറെ രൂപത്തിൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കും. അതിന് മുമ്പ് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. അതായത് ഇവിടെ വലിയ ഹ്യൂജ് ബിസിനസ് നടക്കുന്ന 2 ഭാഗങ്ങളാണ്. ഒന്ന് ഈ പെട്രോളാണ്, അതിന് സംശയമൊന്നുമില്ല. ക്രൂഡോ, അതായത് നമ്മൾ പെട്രോളും ഡീസലും ഇവിടെ വാഹനങ്ങളിൽ ദിവസവും ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ, അതായത് 50-59 രൂപ അതിൻ്റെ കോസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 18-19 രൂപ കേന്ദ്രത്തിൻ്റെ ടാക്സാണ്, 39 രൂപ സംസ്ഥാന ടാക്സാണ്. പിന്നെ എന്താണ്, ഒരു 2-3 രൂപ വേറെ, 2 രൂപ വേറെ ഒരു എക്സ്ട്രാ പൈസ ഉണ്ട്. എന്താണ്, അതും കേരളത്തിന് കിട്ടേണ്ട പൈസയാണ്. ഇതാണ് പ്രധാന സംസ്ഥാനത്തിൻ്റെ ഒരു വരുമാനം. അത് കഴിഞ്ഞാൽ മറ്റുള്ള കച്ചവട സ്ഥാപനങ്ങളിലുള്ള കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു GSTയുടെ വരുമാനം അതവിടെ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ സ്വർണ്ണ കച്ചവടത്തിൽ നിന്നും അതുമാതിരി ബാറിൽ നിന്നുമൊക്കെ ഉള്ള കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന GST ആണ്. പക്ഷേ ഇതിൽ സതീശൻ വളരെ വ്യക്തമായിട്ട് ഇലക്ഷന് മുന്നേ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന സ്വർണം ഒരു 50,000 കിലോ സ്വർണ്ണമാണ് ഇന്ന്. ഒരു 20 കൊല്ലം മുന്നേ ഇതേ കേരളത്തിൽ ഒരു 10,000 കിലോയിൽ താഴെയാണ് സ്വർണ്ണം വാങ്ങിയത്, ഇതേമാതിരി സെയിൽ ചെയ്തിരുന്നത്. അന്ന് കിട്ടിയിരുന്ന ടാക്സ് ഒരു 500 കോടി രൂപയാണെങ്കിൽ ഇന്ന് 50,000 കിലോ സ്വർണം കച്ചവടം നടക്കുമ്പോൾ ആ കിട്ടുന്ന നികുതി അതിൻ്റെ 5 ഇരട്ടി ആവണം. പക്ഷേ ഇപ്പോഴും കിട്ടുന്നത് 500 കോടി തന്നെയാണ്. അതാണ് സതീശൻ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്. അത് ഞാൻ കർശനമായി പിരിച്ചെടുക്കും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ 500 എന്നുള്ള ദിവസം 2,500 കോടി നല്ല വരുമാനമാണ്, നല്ലൊരു പോയിന്റാണ്. അന്ന് മുഖ്യമന്ത്രി അല്ല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ബാറുകളിൽ, ഈ ബാറുകളിൽ കിട്ടിക്കൊണ്ടിരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഈ 300 ചില്ലാൻ ബാറുള്ളപ്പോൾ ഇവിടെ കിട്ടിയിരുന്നൊരു 400 കോടി രൂപയാണ്. ആ 300 ചില്ലാൻ ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായി. ഇപ്പോഴും കിട്ടുന്ന ടാക്സും 400 കോടി തന്നെ ഉള്ളൂ, അതും കൂടുന്നില്ല. അവിടെയും കർശനമായ നിയമം കൊണ്ടുവന്ന് ശരിയായ ടാക്സ് ഞാൻ പിരിക്കുന്നു പറഞ്ഞു. ഈ 2 സംഭവത്തിലും ഒരു തരത്തിലുള്ള ആക്ഷനും ഇതുവരെ മുഖ്യമന്ത്രി എടുത്തിട്ടില്ല. ആ ടാക്സൊക്കെ പിരിച്ചെടുക്കാനുള്ള ഒരു വഴിയും നോക്കിയിട്ടില്ല. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം. ഇതിനെക്കാട്ടും വലിയ മഹാ ആശ്ചര്യമുണ്ട്. ഈ 50,000 കോടി രൂപയുടെ കച്ചവടം ചെറിയ സ്വർണ്ണക്കടകൾ മുതൽ, അല്ല 50,000 കോടിയല്ല, 50,000 കിലോ സ്വർണ്ണ കച്ചവടം നടക്കുന്ന ആവറേജ്, അത് കുറയാൻ കൂടാം. അത് പല സ്വർണ്ണക്കടകളിലായിട്ട് ചെറിയ ഗ്രാമങ്ങളിലെ ചെറിയ ജ്വല്ലറി മുതൽ വലിയ ടൗണുകളിലെ അതിഭയങ്കരമായ ജ്വല്ലറികളിൽ വരെ ഈ കച്ചവടം നടക്കുന്നു. 10 ഗ്രാം മുതൽ
100 കിലോ വരെ ഈ കടയുടെ വലുപ്പം അനുസരിച്ച് കച്ചവടം നടക്കുന്നു. പക്ഷേ ഇവരാരും ശരിയായ കണക്കുകൾ അവിടെ കാണിക്കില്ല. ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ചില ചെക്കിംഗ് ഒക്കെ ഉദ്യോഗസ്ഥന്മാർ ജുവലറികളിൽ നടത്താറുണ്ട്. അവർ ചെല്ലുമ്പോൾ എന്താണ്, വിൽക്കുന്ന സ്വർണത്തിന് ബില്ലടിക്കുന്നുണ്ടോ നോക്കൂ. ബില്ലടിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടും. ഇതാണ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇതിലൊരു തമാശ ഉണ്ട്. ഒരു ജുവലറി ചെന്നിട്ട് ചെക്ക് ചെയ്യണത് എന്താണ്, അവിടെ വിൽക്കുന്ന സാധനത്തിന് ബില്ലടിക്കുന്നുണ്ടോ എന്നേ നോക്കുന്നുള്ളൂ. ചിലപ്പോൾ നോക്കി നിൽക്കുന്ന സമയത്ത് മുഴുവൻ ബില്ലടിക്കും, അതിൻ്റെ ടാക്സും കിട്ടുന്നുണ്ടാവും. ഒരിക്കലും ഈ ഉദ്യോഗസ്ഥൻ ആ കടക്കാരനോട്, അതായത് അവിടെ ഒരു ദിവസം ഒരു 100 കിലോ അല്ലെങ്കിൽ 200 കിലോ കച്ചവടം ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ വട്ടവർ 50 കിലോ, അവരോട് ഒരു ഉദ്യോഗസ്ഥനും ചോദിക്കുന്നില്ല ഈ സ്വർണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത്, നിങ്ങളുടെ കടയിലേക്ക് എത്തിയത്, ആരാണ് സപ്ലൈ ചെയ്തത്, ആ സപ്ലൈ ചെയ്തതിൻ്റെ ഇൻവോയ്സ് എവിടെ, ചോദിക്കാറുണ്ടോ? ഇല്ല. ഈ സ്വർണം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കാറില്ല. അവിടെ ഒറ്റ കാര്യം നോക്കാറുള്ളൂ, വിൽക്കുന്ന സ്വർണത്തിന് ബില്ലടിക്കുമ്പോൾ ആ ബില്ലിൻ്റെ GST നഷ്ടപ്പെടുന്നുണ്ടെന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കടകളിലേക്ക് എത്തുന്ന സ്വർണം എവിടെ നിന്നാണെന്ന് ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരുകൾ ചെക്ക് ചെയ്യുന്നില്ല. ഇത് വലിയൊരു അഴിമതിയാണ്, വലിയൊരു കൊള്ളയാണ്, വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ്. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയേണ്ടായി, സ്വർണം ഉപയോഗിക്കുന്നത് കുറയ്ക്കൂ. കേട്ടില്ലേ നമ്മളത്? സ്വർണം ഉപയോഗിക്കുന്നത് കുറയ്ക്കൂ, പെട്രോൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കൂ. എന്തിനാണ്? നമ്മൾ ഒരു കാറിൽ ഇരുന്നിട്ട് ഒരു ഓഫീസിൽ പോവും. ഒരു ഓഫീസിൽ 10 ആളുണ്ടെങ്കിൽ 10 ആൾക്കും ഒരു കാറുണ്ടാവും. 10 ആളും ആ കാറിൽ ഒറ്റയ്ക്ക് ഓടിച്ച് വരികയാണ്. ചിലപ്പോൾ 10 ആൾ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാവും. അപ്പോൾ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ 10 ആളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 or 2 കാറിലേക്ക് എല്ലാവരും കൂടി കയറി ഇരുന്നിട്ട് ഒന്നിച്ചു വരൂ. അവിടെ പെട്രോൾ ലാഭമായി. സ്വർണം അനാവശ്യമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കൂ. സ്വർണം എന്തായാലും പുറത്തുനിന്ന് വരണ. ആ സ്വർണം പുറത്തുനിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ഫ്രീ ആയിട്ടൊന്നും ആരും തരില്ല. അത് ആരുടെ പൈസയാണ് പോകുന്നത്? ഇന്ത്യയുടെ പൈസയാണ് പോകുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണം ഉപയോഗിക്കൽ പ്രധാനമന്ത്രി കുറയ്ക്കാൻ പറഞ്ഞത്, പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നടത്തുന്ന ക്രയവിക്രയത്തിൻ്റെ ടാക്സ് ശരിയായി പിരിച്ചെടുക്കാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പിടിപ്പുകേടുകൊണ്ട് ഇവിടുത്തെ ജനത്തിന് വരുന്ന വലിയൊരു ബാധ്യതയാണ്. അതായത് പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന് പോലും ബാധ്യതയുണ്ടാക്കുന്ന ഈ സംഭവം നമ്മൾ എങ്ങനെ സഹിക്കും? നോക്കൂ, 1956 കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് 2016 പിണറായി സർക്കാർ വരുമ്പോൾ അന്ന് കേരളത്തിൻ്റെ കടം 1,57,000 കോടി രൂപ മാത്രമേ ഉള്ളൂ. ആവറേജ് കട ഞാൻ പറഞ്ഞത് മൊത്തം 60 കൊല്ലത്തെ. 2016 നിന്ന് 2026 അത് 10 കൊല്ലം കഴിയുമ്പോൾ ഈ 1.57 കോടി കടം 6 ലക്ഷം കോടിയായി. അതായത് 1,57,000 കോടിയിൽ നിന്ന് 6 ലക്ഷത്തിലെത്തി. അതായത് 4 ഇരട്ടി 10 കൊല്ലം കൊണ്ട്. ആ കടമെടുക്കുന്നതിൻ്റെ ആവറേജ് തന്നെയാണ് ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഈ കടം കുറയ്ക്കാൻ, വരുമാനം കൂട്ടാൻ എന്തുകൊണ്ട് പ്രസംഗിച്ച കാര്യങ്ങൾ മാത്രം നടപ്പാക്കിയാൽ മതി? ഈ ജുവല്ലറിയിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ മുഴുവൻ ടാക്സും പിരിച്ചെടുക്കാൻ നോക്കുക. ബാറിൽ നടക്കുന്ന മുഴുവൻ ബിസിനസ്സിൻ്റെയും മുഴുവൻ ടാക്സും പിരിച്ചെടുക്കാൻ നോക്കുക. ഇതൊന്നും ചെയ്യാതെ ആ നിലവിലെ സംവിധാനം വെച്ച് തന്നെ തള്ളി നീക്കിയാൽ ഈ കടം ഇനിയും ഇരട്ടിയാവും. ഒരു സംശയവും വേണ്ട. ഈ കിട്ടുന്ന വരുമാനം ഇവിടെ ചെലവാക്കാൻ തികയുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 100 രൂപ കിട്ടിയാൽ 73 രൂപയും ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോകും. ബാക്കി 27 രൂപ. ഈ 27 രൂപ കൊണ്ട് ഈ എടുത്ത കടത്തിൻ്റെ പലിശയും അതിൻ്റെ
EMI അടയ്ക്കണം. അതിന് തികയുന്നില്ല. അപ്പോൾ ഇത് ആൾമോസ്റ്റ് 100 ചില്ലാനാവും. ആ ചില്ലാൻ കടത്ത് കൂടെ അഡ്ജസ്റ്റ് ആവും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നേറ്റത്തിനായി, ജനങ്ങളുടെ ഉപകാരത്തിനായി പുരോഗമന വർക്കുകൾ ചെയ്യാൻ 5 പൈസ കയ്യിലില്ല. ഈ അവസ്ഥ ഇന്നലെ ഉണ്ടായതല്ല. 1999 നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശിവദാസ മേനോൻ ഈ അവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തണം, അതിനെന്തെങ്കിലും ഒരു സംവിധാനം വേറെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കിഫ്ബി തുടങ്ങി വയ്ക്കുന്നത്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള, അതായത് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകളും വ്യവസായങ്ങളും ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞാൽ റോഡ് പണി, അങ്ങനെ പാലം പണി, പിന്നെ മറ്റുള്ള അത്യാവശ്യ ബിൽഡിംഗ് പണി, ഇതൊക്കെ നടക്കണം. അതിന് പൈസ വേണ്ടേ? അതിന് ബഡ്ജറ്റിലോ ഖജനാവിലോ പൈസ ഇല്ല. കിട്ടുന്ന പൈസ ശമ്പളം പെൻഷനും കൊടുക്കാൻ തികയില്ല. അന്നേ 1999 നയനാർ അന്നേ പൈസ ഇല്ല. അപ്പോഴാണ് ശിവദാസ മേനോൻ ഒരു സൂത്രം കണ്ട് ഈ കിഫ്ബി പദ്ധതി തുടങ്ങുന്നത്. കിഫ്ബി പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടമെടുക്കുക, പല സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുക്കുക. ഇതിൻ്റെ തന്നെ വേറൊരു രൂപം എന്നേ ഉള്ളൂ. എന്നിട്ട് ആ പൈസ കൊണ്ട് ഇതേമാതിരി ഡെവലപ്മെൻറ്റ് വർക്കുകളൊക്കെ നടത്തുക. എന്നിട്ട് അതിൻ്റെ ഒരു അടവും കൂടി ഇവിടെ നിന്ന് കൊടുക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല അത്. പക്ഷേ വേറൊരു ഒരു സെപ്പറേറ്റ് ബോഡിയിൽ നിന്ന് മാത്രം പൈസയൊക്കെ ഇവിടുന്ന് പോകണം. അപ്പോൾ ഈ കിഫ്ബിക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവിടെ കുറേ ഡെപ്പോസിറ്റും കുറേ ലോണും എടുക്കുക, കുറേ പദ്ധതികൾ നടപ്പാക്കുക. ഇനി കിഫ്ബിയുടെ കഥ ഞാൻ പറയുന്നില്ല. ഇപ്പം കിഫ്ബി പണിത പല പ്രൊജക്റ്റുകളും വിത്തിൻ 1 or 2 ഇയർ അത് മുഴുവൻ ഇടിഞ്ഞു വീണ കഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നോ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ കെട്ടിയ കെട്ടിടം വെറും 2 കൊല്ലം പോലും ആയിട്ടില്ല, അത് ഇടിഞ്ഞു വീണു എന്നാണ് കേട്ടത്. എന്നിട്ട് പറഞ്ഞു വയനാട് ദുരന്തത്തിൽ 800 കോടിയൊക്കെ പിരിച്ചിട്ട പാവങ്ങളിലെ അവിടെ ഒരു ഫസ്റ്റ് ഇതായിട്ട് അലോട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കിഫ്ബിയുടെ വർക്ക് പ്രധാനമായി ചെയ്യുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ LDFൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതാണ് ഇന്നത്തെ കേരളത്തിലെ വലിയ കമ്പനി കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവരാണ് വയനാട്ടിൽ ഈ വീടുകൾ പണിത് കഴിഞ്ഞ് അത് കുറച്ച് വീടുകൾ 100 വീടുകൾ കൈമാറാൻ വേണ്ടി നോക്കുമ്പോൾ പണിത വീടുകൾ മുഴുവൻ വിണ്ട് പൊട്ടി ഒലിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തതായി, അത് കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു. ഇത് തന്നെയാണ് ഈ കിഫ്ബിയിൽ കൂടി ഉണ്ടാക്കിയ മിക്ക കൺസ്ട്രക്ഷനും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ രീതിയിലുള്ള തക്കതായ ഒരു സംവിധാനം ഈ കിഫ്ബി പൊളിച്ചു കളഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഉണ്ടാക്കിയാൽ തന്നെ കേരളം ഡെവലപ്പെടുകയുള്ളൂ, അതായത് പുരോഗമിക്കുകയുള്ളൂ. ഈ കടം കൂടുന്നത് കടം കുറയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയില്ലെങ്കിൽ അതും വലിയ അപകടമാകും. ഈ പറയുന്ന സ്വർണ്ണക്കച്ചവടത്തിലെ GSTയും ബാറുകളുടെ GSTയും പൂർണ്ണമായി പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇത് കേരളത്തിൻ്റെ അവസ്ഥ വലിയൊരു കടക്കെണി തന്നെയായിട്ട് മാറും. പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ടാറ്റ 10,000 കോടിയുടെ കൊണ്ടുവരും എന്നൊക്കെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാദപ്രതിവാദങ്ങൾ കൊണ്ടു. ടാറ്റ പ്രതിനിധികൾ വന്ന് പറയുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഇത്തരത്തിലുള്ള നെഗോസിയേഷൻ അല്ല ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത്. റിയലായിട്ട് വരുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്ത് കാണിക്കുകയാണ് പുതിയ ഭരണ സംവിധാനം ചെയ്യേണ്ടത്. ഈ കടത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിലെ വയസ്സന്മാർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല, അവരിവിടെ തന്നെ നിൽക്കും. ഈ പുതിയ തലമുറ ആരും തന്നെ ഇവിടെ നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. പുതിയ തലമുറയാണ് നമ്മുടെ ശക്തി, നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് നീറ്റ് സമരത്തിൽ പോയിട്ട് പ്രസംഗിച്ചവരാണ് നിങ്ങൾ. ആ പുതിയ തലമുറയെ ഇവിടെ പിടിച്ചു നിർത്താൻ ഈ കടം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ, കടം വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് ഭരണകർത്താക്കൾ മനസ്സിലാക്കുക.